നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫയർ ഫൈറ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ പേരാണ് ലിൻ. അയാളാകട്ടെ ഒരു പെൺകുട്ടിയുടെ പുറകെ എപ്പോഴും നടക്കുന്നതാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ഡിങ്. ലിനും ഇപ്പോൾ ഡിങ്ങിനെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം അവൾ റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിഷമത്തിലാണ് അവൻ ഇപ്പോൾ നിൽക്കുന്നതും. അവനും ഒരുപാട് കെയർ ചെയ്യുവാനൊക്കെ നോക്കിയതാണ്. പക്ഷെ അതൊക്കെ കണ്ടതിന് ശേഷം അവളാകട്ടെ അവൻ ഭയങ്കര പൈങ്കിളയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിജക്ട് ആക്കിയത്. അവന് മൂവി ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവൾക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ വളരെയധികം ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണാണ് വീഴുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂ ഇരിക്കുന്നു. അതേസമയം ഇതേപോലെ എല്ലാം തന്നെ സൂം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലൂവും സൂ കൂടി കേൾക്കുവാനായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അങ്ങനെയൊന്നും അല്ല വീഴ്ത്തേണ്ടത്. ഇങ്ങനെയുള്ള ഗേൾസിനെ ഫിഷായിട്ട് കണ്ടുകൊണ്ട് പോണ്ടിലൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ 3 ദിവസം 3 നേരമൊക്കെ ഫുഡ് കൊടുക്കണം. പിന്നീട് അതിനെ പോണ്ടിൽ നിന്നും ടാങ്കിലേക്ക് മാറ്റണം. കഴിഞ്ഞ തവണ അവൾക്ക് ഒരു സ്ഥലം വരെ പോകുവാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താകട്ടെ അവൻ പോകേണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പറയാതെ അവളെ പോകുവാനായിട്ട് അനുവദിക്കണമെന്നൊക്കെ ലൂവും ആവശ്യപ്പെടുന്നു. ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഫ്രീഡവും സ്പേസുമാണ്. അത് രണ്ടും നീ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ നിന്റെ ഒപ്പം നിൽക്കുക എന്നൊക്കെ ലൂ ചോദിക്കുന്നു. എനിക്ക് അവളെ മറ്റൊരാളുടെ കൂടെ കാണുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള അവന്മാരൊക്കെ കാണിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എന്റെ കൈയും കൊണ്ട് ഇടിച്ചു പിഴിയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ്. സൂവും ഏകദേശം അതേ രീതിയിൽ തന്നെ ആയിരുന്നു റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ അവളെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോലും അയക്കാതിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ നിന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? അവർക്കൊക്കെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി പോലും തോന്നും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവൾ നിന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടാക്കുക. അവളെ ജീവിതകാലം മുഴുവൻ നിനക്ക് വീട്ടിലൊന്നും ഇടുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അങ്ങനത്തെ ലവ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ളതാണ്. ലവ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും മറ്റൊരു എക്സാമ്പിൾ ഒക്കെ അവനും ചോദിക്കുകയാണ്. അതായത് ഒരു എക്സ് ബോയ് ഫ്രണ്ട് അതിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ എന്താകും നമ്മൾ ചെയ്യുക എന്നായിരുന്നു അത്. ലൂവും നമ്മൾ പുഷ് ആൻഡ് പുൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതെന്താണ് സംഭവം എന്നൊന്നും അവന് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നിന്റെ ഗേൾ ഫ്രണ്ട് എക്സ് ബോയ് ഫ്രണ്ടിനെയൊക്കെ കാണുവാനായിട്ട് പോകുകയാണെങ്കിൽ എന്താകും നിന്റെ റിയാക്ഷൻ എന്നൊക്കെ സോയിന്റെ അടുത്തും അവൻ ചോദിക്കുന്നു. അത് എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ, അതെല്ലാം കഴിഞ്ഞ അധ്യായമല്ലേ, നമ്മളല്ല ഇപ്പോൾ പ്രസന്റിലുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്തിനാണ് അവളുടെ പാസ്റ്റൊക്കെ ഓർത്ത് ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നതെന്നായിരുന്നു അവന്റെ അഭിപ്രായം. അവൻ ആ പറഞ്ഞതുപോലെ വേണം റിയൽ ആയിട്ടുള്ള ആണുങ്ങൾ ചെയ്യുവാൻ എന്നൊക്കെ ലൂവും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ലിമിനെ പറഞ്ഞ് അയച്ചതിന് ശേഷം സോങ് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സോയിന്റെ അടുത്ത് ലൂ ചോദിക്കുകയാണ്. അവനാകട്ടെ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ ഫോണൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അവൾ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഒക്കെ കാണുകയാണ്. അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്കുള്ള ഒരു ചാൻസ് ആണ്. നമ്മൾ ഈ ഒരു ചാൻസ് ഒരിക്കലും പാഴാക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ലൂവും പറഞ്ഞു കൊടുക്കുന്നു. ലൂ പറഞ്ഞത് പ്രകാരം കുറെ അധികം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് സോം അവളുടെ കടയുടെ അടുത്തേക്കൊക്കെ വരികയായിരുന്നു. അപ്പോഴാണ് അവൾ അതിൽ ഓടിച്ചാടി നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതും. അവൾക്ക് കാലിന് ഒരു കുഴപ്പവുമുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ സോം ലൂവിനോട് പറയുന്നു. അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും അവളുടെ കാൽ ഒടിഞ്ഞ പോലെ വേണം നമ്മൾ റിയാക്ട് ചെയ്യുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂവും അവനെ കടയ്ക്കുള്ളിലേക്ക് പറഞ്ഞയക്കുകയാണ്. സോങ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവളെ എടുത്തോണ്ടൊക്കെ പോയി ഇരുത്തുകയാണ്. ഇപ്പോൾ നീ വർക്ക് ചെയ്യിക്കല്ല, റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി മരുന്നും തൂക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടെന്ന് അവനും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സോങ്ങിന്റെ കാലൊക്കെ തൂത്തു കൊടുത്തോണ്ടേ ഇരിക്കുന്നു. അപ്പോഴായിരുന്നു അവളുടെ ഫോണിലേക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നത്. സോങ്ങിന്റെ സ്കൂളിലെ ആനിവേഴ്സറി ഒക്കെ നടക്കുവാനായിട്ട് പോകുകയാണ്. അവളും അവിടേക്ക് പോകുവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ ഷൈൻ ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. എന്തായാലും പണ്ട് പഠിച്ച എല്ലാവരെയും കാണുവാൻ പറ്റുമല്ലോ എന്ന സന്തോഷവും അവൾക്കുണ്ട്. അവനും മറ്റു പ്ലാനൊന്നും ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവളും അവനെയും കൂട്ടിക്കൊണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോകുകയാണ്. അങ്ങനെ ഇരിക്കെ അവനും അവളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും ഒരു എക്സ് ഉണ്ടെന്നും അവനാകട്ടെ എക്കണോമിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ആണെന്നുള്ള കാര്യവും അവൾ അറിയിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് കൂടുതൽ നല്ലതെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവളും ആനിവേഴ്സറിക്ക് ഇടുവാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അന്വേഷിക്കുകയാണ്. അവളും ഓരോ ഡ്രസ്സും വെച്ച് നോക്കുമ്പോഴത്തേക്കും അവനും ഡ്രസ്സുകൾക്ക് ഓരോരോ കുറ്റം കണ്ടുപിടിക്കുന്നു. പിന്നീട് അവനാകട്ടെ അവൾക്ക് മൊത്തത്തിൽ കവർ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അവൾക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവളും അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരു ഡ്രസ്സൊക്കെ ഇടുകയാണ്. ആ ഒരു ഡ്രസ്സിന്റെ സിബൊക്കെ ഇടുവാനായിട്ട് പ്രയാസമായിരുന്നത് കൊണ്ട് തന്നെ അവളും അവനെ ഹെൽപ്പിനായിട്ടൊക്കെ വിളിക്കുന്നു. അങ്ങനെ അവനാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നീട് അവനും ഒരു കാര്യം പറയുവാനായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവനും മാറി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഷിയാന്റെ മെസ്സേജസ് ആയിരുന്നു അത്. ഇപ്പോൾ ഷിയാനെ പഠിപ്പിക്കുന്നത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യമായിരുന്നു ഷിയാൻ പറഞ്ഞത്. സ്കൂളിലെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ
അവളും തിരിച്ച് സ്കൂളിലേക്കൊക്കെ എത്തുന്നു. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് അവൾ ടാങ്ങിനെ കണ്ടുമുട്ടുകയാണ്. പണ്ട് അവൾ ധൃതിയിൽ ക്ലാസ്സിലേക്കൊക്കെ ഓടുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ നിന്നും ആ ഐഡി കാർഡൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അന്ന് ടാങ്ങാണ് അതെടുത്തതും അവിടെ വെച്ചായിരുന്നു അവർ കണ്ടുമുട്ടുന്നതും. ഇപ്പോൾ ടാങ് തന്നെ അങ്ങോട്ട് ചെന്ന് അവളോട് മിണ്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവളും കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. നടന്നു പോകുന്ന വഴിക്ക് അവളും ഒരു ബെഞ്ച് നോക്കിയൊക്കെ ചിരിച്ചിട്ട് പോകുകയാണ്. പിന്നീട് പിറകെ വരുന്ന ടാങ്ങും ആ ഒരു ബെഞ്ചിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവളുമായിട്ട് ഒന്നിച്ച് ആ ബെഞ്ചിലൊക്കെ ഇരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. പിന്നീട് ഒന്നിച്ച് സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി അവൻ ഓർത്തു നോക്കുകയാണ്. അവന് വീണ്ടും സോങ്ങിന്റെ അടുത്തേക്ക് പോയിട്ട് നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് സോങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളും അല്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ആ ഒരു ഇവന്റിലേക്കൊക്കെ പോയി ഇരിക്കാമെന്ന് അവനും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് അവിടേക്ക് പോകുന്നത്. അവർ നേരത്തെ പഠിച്ച സമയത്ത് ബിൽഡിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കും പണ്ട് കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ അവർ കാണുകയാണ്. ആ ഫ്രണ്ട് ആകട്ടെ നിങ്ങൾ രണ്ടുപേരും വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ? എന്തായാലും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ കപ്പിൾസ് ഒക്കെ അല്ലായിരുന്നോ? നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളതെന്നൊക്കെ അവരുടെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷെ സോങ് ആകട്ടെ ഞങ്ങൾ അന്നേ ബ്രേക്കപ്പ് ഒക്കെ ആയതായിരുന്നുവെന്നും ഇപ്പോൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നുമൊക്കെ അറിയിക്കുന്നു. അങ്ങനെ ആ ഒരു ഫ്രണ്ടും പോകുകയാണ്. ഇനി റൂമിന്റെ അകത്തേക്കൊക്കെ കയറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൾക്കും അവിടെ നിന്നയാള് മാംഗോ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അലർജി ഉള്ളത് കൊണ്ട് തന്നെ മാംഗോയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാങ് നിൽക്കുമ്പോൾ അലർജിയൊക്കെ ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലേ, ഞാൻ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞതാണ്, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ അവളും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവൾ പണ്ടത്തെ ആ ഒരു കുട്ടിയല്ല, ഇപ്പോൾ ഡോക്ടർ ആണെന്നുള്ള കാര്യമൊക്കെ ടാങ് മനസ്സിലാക്കുന്നത്. അവരങ്ങനെ സ്റ്റേജിൽ നടക്കുന്ന ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളും ഇതുപോലെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് വന്നത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ടാങ്ക് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഒരിക്കലാകട്ടെ നിനക്ക് വേണ്ടി ഈ ഒരു പെർഫോമൻസിന്റെ അവിടെ ഞാൻ ഒരുപാട് നേരം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറോളം ആ ഒരു കാത്തുനിൽപ്പ് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളും ഓരോ കാര്യങ്ങളും മറന്നിട്ടില്ല എന്ന കാര്യം ടാങ്ങും മനസ്സിലാക്കുന്നു. അങ്ങനെ അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് ടാങ്ങും ആലോചിക്കുകയാണ്. പ്രൊഫസർ ആകട്ടെ ടാങ്ങിനെ വിളിച്ച് എത്രയും വേഗം ഓഫീസിലേക്കൊക്കെ എത്തുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി സോങ്ങും അവിടെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. ഈ ഒരു പെർഫോമൻസ് നീ ഒരിക്കലും മിസ്സാക്കരുത്, എനിക്ക് നിനക്ക് വേണ്ടി തരുവാനായിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോങ്ങും അവന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനും അതിന് റിപ്ലൈ ആയിട്ട് അവൻ ടീച്ചറിനെ കണ്ടിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കുമെന്നാണ് പറയുന്നത്. അവനും ടീച്ചറിനെ ചെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും വെളിയിലേക്ക് പഠിക്കുവാനായിട്ട് പോകുവാനുള്ള ഒരു അവസരമൊക്കെ അവന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോംസ് ഒക്കെ അവനെ കാണിക്കുകയാണ്. അത് കണ്ട സന്തോഷത്തിൽ അവനും പോകുന്നു. ഇനി അവളും അവന് വേണ്ടി ഒരുപാട് നേരമൊക്കെ കാത്തിരുന്നിട്ടുമുണ്ടായിരുന്നു. ടാങ്ങും സോങ്ങിനോട് അവളുടെ ബിസിനസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഇനി അവളാകട്ടെ അവനോട് എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നാട്ടിലെ വിദ്യാഭ്യാസമൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടായിരുന്നു ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളതെന്ന് അവനും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് പ്രൊഫസർ ലിയുടെ ഒരു മെസ്സേജ് ഒക്കെ വരുന്നു. അവൾക്കും പ്രൊഫസറിനെ കാണുവാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെയും കൂട്ടുകൊണ്ട് അവിടെ നിന്നും ടാങ് ഒളിച്ചൊക്കെ കടക്കുകയാണ്. അവരും കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവളും ടാങ്ങിനെ കാണുവാനായിട്ട് എത്തുന്നു. അവളും പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു തവണ അവൾക്ക് പി എച്ച് ഡി കിട്ടുകയില്ല. അതായത് അവളെ ട്രെയിൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസറിന് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഈ അവസരം നഷ്ടമായത്. എന്തായാലും ലീ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവളോടും കോൺഫിഡൻസ് ഒന്നും കൈവിടേണ്ടതില്ല, ഇനിയും മറ്റവസരങ്ങളൊക്കെ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളെയും പറഞ്ഞയക്കുന്നു. പ്രൊഫസർ ലീനെ കണ്ടതിന് ശേഷം ടാങ്ങിന്റെ അടുത്തേക്ക് അവൾ എത്തി കഴിയുമ്പോഴത്തേക്കും ടാങ്ങിനും അവളെ ഒന്ന് റൈഡിനൊക്കെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളാകട്ടെ ഇപ്പോൾ കുറച്ച് തിരക്കാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ അവളുടെ പി എച്ച് ഡി മോഹമൊക്കെ ഇല്ലാതായതിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പഠിച്ചു വെച്ച ഓരോരോ ബുക്സ് ഒക്കെ അവൾ തുറന്നു നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സൂം അവളെ കോൾ ചെയ്യുന്നു. ചിക്കൻ ബോക്സുമായി ബന്ധപ്പെട്ട് ഒരു മിഷനൊക്കെ അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടീമിന്റെ ഒരു ഹെൽപ്പ് ഒക്കെ അവന് വേണം. ഇപ്പോൾ ആ ഒരു ഹെൽപ്പ് ഒക്കെ ചെയ്യുവാനായിട്ട് അവൾ കൂടി മിഷന് പങ്കെടുക്കാമോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും അതിന് സമ്മതമായിരുന്നു. ആനിവേഴ്സറിക്ക് പോയിട്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും ഒന്നും തന്നെ പറയാതെ ഇപ്പോൾ കുറച്ച് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് കോളും കട്ട് ചെയ്യുന്നു. ഇനി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നേരത്തെ ഒരു പെൺകുട്ടി സൂനെ കോൾ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് സൂനെ വീണ്ടും കോൾ ചെയ്യുകയാണ്. ശരിക്കും സു ആയിരിക്കും അവളെ കൊണ്ടുവരുവാനായിട്ട് വരിക എന്നാണ് അവൾ വിചാരിക്കുന്നതെങ്കിലും സൂവും ആ ഒരു ദൗത്യമൊക്കെ ലൂവിനെ ഏൽപ്പിക്കുന്നു. എന്തായാലും അവൾ വരുന്ന ദിവസമൊക്കെ ലൂവിനെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനും കോൾ കട്ട് ചെയ്യുന്നു. ചിക്കൻ ബോക്സിനുള്ള മരുന്നുകളെല്ലാം തന്നെ ഇവരുടെ കയ്യിലുണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ ആ ഒരു മിഷനെ കുറിച്ച് എല്ലാവരുടെയും അടുത്ത്
സോ പറഞ്ഞു കൊടുക്കുകയാണ്. സോവും സോങ്ങിനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും സോങ്ങും അവനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്നു. ആനിവേഴ്സറി നടക്കുന്ന സ്ഥലത്ത് വെച്ച് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ സോവും പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.